ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നോമ്പുതുറ പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മൈദയിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഇന്ന് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രാന്യൂൾസ് ആണെങ്കിൽ ആദ്യം ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറു ചൂടായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാലോ വെള്ളമോ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടായാലും ചെറു ചൂടോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈസ്റ്റ് ആക്ടിവേറ്റ് ആകുക. അതുപോലെ തന്നെ ഈസ്റ്റ് ഗ്രാന്യൂൾസ് ആണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം ചെറു ചൂടായിട്ടുള്ള പാലെടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് ഗ്രാന്യൂൾസ് ഇട്ട് അതൊന്ന് പൊന്തി വന്നതിന് ശേഷം മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഫ്രഷ് ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പാല് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. റിഫൈൻഡ് ഓയിലോ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. സാധാരണ ചപ്പാത്തി കൂട്ട് പോലെയല്ല, അതിനേക്കാളും ഒരിത്തിരി കൂടി സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും ഇതിനുണ്ടാകുക. ഇനി ഇതൊന്ന് ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ ഒരു കൂട്ട് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പാൽ ഞാൻ എടുത്തിരുന്നു. അതിൽ നിന്ന് ഏകദേശം 3/4 കപ്പോളം ഉപയോഗിച്ചിട്ടുണ്ട്. 1/4 കപ്പാണ് ബാക്കിയായിട്ട് വന്നത്. അപ്പോൾ പാൽ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിൽ മുകളിലേക്കായിട്ട് 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പുറമേ ഡ്രൈ ആവാതിരിക്കാനാണ് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഡബിൾ സൈസ് ആകുന്നത് വരെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെയാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പച്ചമുളകും സവാളയും ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ആ ഒന്ന് വാടി വരുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇതുപോലെ വാടി വരുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകണമെന്നൊന്നുമില്ല. ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി. ഇപ്പോൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മസാലയായിട്ട് ഈ 2 എണ്ണം മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാദ്യം നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ചിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ആ ഒരു ഇറങ്ങി വരുന്ന വെള്ളമാണ്. അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നല്ല പോലെ തന്നെ നമ്മളുടെ വെജിറ്റബിൾസിലൊക്കെ ആയി കിട്ടിക്കോളും. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. അഥവാ വെള്ളപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഫില്ലിംഗ് റെഡിയാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 1.5 മണിക്കൂറോളൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. 6 എണ്ണം നമുക്കിത് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം.
ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് പരത്തിയെടുക്കാം. റൗണ്ടായിട്ടല്ല, ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് തിക്കായിട്ടല്ല പരത്തിയെടുക്കേണ്ടത്, നല്ല നേർത്ത് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് കനത്തിൽ പരത്തിയെടുക്കരുത്. അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ചീസ് സ്ലൈസിൻ്റെ പകുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളുടെ ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണുകളൊക്കെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ടറ്റത്തു നിന്നും ഇതുപോലെ പിടിച്ച് എല്ലാ ഭാഗത്തു നിന്നും നന്നായിട്ട് ടൈറ്റായി പിടിച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ ആ ഒരു സൈഡ് ഭാഗം ആദ്യം കവർ ചെയ്തതുകൊണ്ട് തന്നെ ഒട്ടും പുറത്തേക്കൊന്നും പോകില്ല. ഇതിൻ്റെ ഏറ്റവും അറ്റത്തേക്കായിട്ട് കുറച്ച് വെള്ളം കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഇതിൻ്റെ പുറമെ കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. കുറച്ച് ബ്രെഡ് ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഞാനിവിടെ റോസ്റ്റ് ഒന്നും ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോള് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നല്ല പോലെ തന്നെ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും നല്ല പോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒരു മീഡിയം ചൂടായിട്ടിരിക്കുമ്പോൾ വേണം നമ്മൾ ഇതിലേക്ക് ഈ ഒരു റോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തപാടന്നെ ഫ്ലെയിം ലോയിലേക്ക് ആക്കി വെക്കാനും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കളറൊക്കെ മാറും, പക്ഷെ ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ അതാ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്നിത് മൈദ ഉപയോഗിച്ചല്ല തയ്യാറാക്കിയിരിക്കുന്നത്, ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ്. അതുപോലെ തന്നെ ഉള്ളിലത്തെ ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ചിക്കൻ റോള് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.